ഹലോ കൂട്ടുകാരെ, ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പലർക്കുമുള്ള ഒരു ഡൗട്ടാണ് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാരണം വരുന്ന ഒരു റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളത്. ഇതിൻ്റെ ഉത്തരം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഒറ്റ വാക്കിൽ ഇതിൻ്റെ ഉത്തരം അല്ല എന്നതാണ്. കാരണം പാസ്റ്റ് ലൈഫിൽ നമ്മൾക്കുള്ള ഒരു റിലേഷൻഷിപ്പ് അത് പിന്നെയും ഈ ലൈഫിലും വരാൻ പറ്റാഴികയില്ല. എന്നാൽ വരുമ്പോൾ അതൊരു കാർമിക് കണക്ഷൻ ആണെങ്കിൽ അവിടെ കർമ്മയെ ബാലൻസ് ചെയ്യാനായിട്ടാണ് ഈ ജന്മത്തിലും ആ ഒരു റിലേഷൻഷിപ്പ് നമ്മളുടെ ലൈഫിലേക്ക് വരുന്നത്. അതായത് കൂടുതൽ ട്വിൻ ഫ്ലെയിംസും മാരേജ് കഴിഞ്ഞിട്ടാണ്, ഒരു 3D ലെവലിലുള്ള ഒരു മാരേജ് കഴിഞ്ഞിട്ടാണ് അവരുടെ ട്വിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടുന്നത്. അതല്ല എങ്കിൽ അവരുടെ ടീനേജ് ഇയേഴ്സിൽ കണ്ടുമുട്ടിയാലും അവർ അതിനെ ആ ഒരു കണക്ഷനെ റെക്കഗ്നൈസ് ചെയ്യാതെ പിന്നെ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവർ ഈ കണക്ഷനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കവിടെ കർമ്മ ബാക്കിയുണ്ട്. ഒരു കാർമിക് റിലേഷൻ അവരുടെ ലൈഫിൽ വരാനുള്ളത് കൊണ്ടും ആ കർമ്മയെ അവരവിടെ ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യേണ്ടതായതുകൊണ്ടും, അതായത് ആ കാർമിക് സോളിനോടുള്ള ആ ഒരു കർമ്മ ബാലൻസ് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ടുമാണ് നമ്മൾക്ക് ഏർലി ഏജിൽ, അതായത് ടീനേജ് ഇയേഴ്സിൽ നമ്മൾ നമ്മളുടെ ട്വിൻ ഫ്ലെയിമിനെ കണ്ടുമുട്ടിയാലും റെക്കഗ്നൈസ് ചെയ്യാതിരിക്കാനുള്ള കാരണം. അപ്പോൾ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്സും ട്വിൻ ഫ്ലെയിംസും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഒരു സോളിൻ്റെ 2 ഭാഗങ്ങൾ, അല്ലെങ്കിൽ ഒരേ സോളിൻ്റെ ബ്ലൂ പ്രിൻ്റ് 2 ബോഡികളിൽ ഇൻകാർണേറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ കർമ്മ ക്ലിയർ ചെയ്ത് കഴിയുന്ന ഉടനെ ഈ ഒരു പാസ്റ്റ് ലൈഫ് റിലേഷൻസ് എന്തായാലും അത് നമ്മളുടെ ലൈഫിൽ നിന്നും പോകുന്നതാണ്. എന്നാൽ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ വേൾഡിൽ എത്ര സെപ്പറേഷനിലാണെങ്കിലും ഒരാൾ മറ്റൊരാളിൽ നിന്നും എത്ര റൺ ചെയ്താലും ഒരിക്കലും അവർക്ക് വിട്ടിട്ട് പോകാൻ പറ്റില്ല. കാരണം ഒരേ സോളാണ്. ഇനിയൊരു ചോദ്യം ഈ റിലേറ്റഡ് ആയിട്ട് പലപ്പോഴും കേട്ടിരിക്കുന്നത്, ട്വിൻ ഫ്ലെയിംസ് ഈ ജന്മത്തിൽ മാത്രമേ ജന്മം എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ പല ജന്മങ്ങളായിട്ട് അവർ ജന്മം എടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത് ഓൾഡ് സോൾസ് ആണ്, മാസ്റ്റർ സോൾസ് ആണ്. അപ്പോൾ ട്വിൻ ഫ്ലെയിംസ് ആയിട്ട് അവർ പല ജന്മങ്ങളിൽ ഇൻകാർണേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് അവരുടെ ലൈഫ് ലെസൺസ് പഠിക്കാനായിട്ടും അവരുടെ സോളിനുള്ള ലെസൺസ് പഠിക്കാനായിട്ട് അതാത് ജന്മങ്ങളിൽ അവർ സോൾ എഗ്രിമെൻറ്റിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അവരുടെ പർപ്പസിലേക്ക് വരാനായിട്ടൊക്കെയും ഈ ഒരു ജന്മത്തിലല്ല അവർ, അതായത് പലരും അവേക്കനിങ് ആയി കഴിയുമ്പോൾ നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ നമ്മളുടെ സോളിനറിയാം, സോൾ ഓൾറെഡി ആ കോൺട്രാക്റ്റ് എടുത്തിട്ടാണ് പല ജന്മങ്ങളായിട്ട് ഭൂമിയിലേക്ക് വരുന്നതും അവരുടെ കർമ്മ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്നതും. നമ്മൾ ട്വിൻ ഫ്ലെയിം ജേർണിയാണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മളൊരു പർപ്പസിലേക്ക് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനു മുമ്പും നമ്മൾ നമ്മളുടെ സോൾ പർപ്പസ് ചെയ്യുന്നുണ്ട്, ലൈഫ് പർപ്പസ് ചെയ്യുന്നുണ്ട്. അത് ഈ ജന്മത്തിലാവണമെന്നില്ല, പല ജന്മങ്ങളായിട്ട് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അത് സോൾ ലെവലിൽ സോളിനറിയാം. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ കാര്യങ്ങളൊക്കെയും സ്റ്റോർഡാണ്. ഓൺലി തിങ് നമ്മളത് റെക്കഗ്നൈസ് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻഡും കൊണ്ട് കൂടുതൽ ആലോചിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ വൺസ് നമ്മൾ അവേക്കനിങ്ങിലേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഈ പർപ്പസിലേക്ക് വരുന്നതും നമ്മളുടെ സോളിൻ്റെ ബ്ലൂ പ്രിൻറ്റിലുള്ള റിയൽ പർപ്പസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും. അപ്പോൾ ഇന്ന് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ വീഡിയോനെ ലൈക്ക് ചെയ്യാം, ചാനലിനെ ഷെയർ ചെയ്യാം ആൻഡ് സബ്സ്ക്രൈബും ചെയ്യാവുന്നതാണ്. ഇതല്ലാതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതേ ചാനലിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ആഡ് ഓൺ ചെയ്യുകയാണ്. സോ അതിനെയും ഫോളോ ചെയ്യാവുന്നതാണ്. ട്വിൻ ജേർണി റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലിംഗ് സെഷൻസ് അല്ലെങ്കിൽ ഹീലിംഗ് സെഷൻസിനായിട്ട്, അതുമല്ലെങ്കിൽ റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട് എന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഈ ജേർണി റിലേറ്റഡ് ഡൗട്ട്സ് ഉള്ളവർ വോയിസ് ആയിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതുമാണ്. താങ്ക് യു സോ മച്ച്.
സ്റ്റേ ബ്ലെസ്ഡ്.